ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഒരു ഷവർമയുടെ ടേസ്റ്റുള്ള പൂരി റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്, അതുപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തരിയുള്ള റവ ആണെങ്കിൽ പൊടിക്കണ്ട, വലിയ തരിയുള്ള റവ ആണെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് റവക്ക് 2 ടേബിൾ സ്പൂൺ മൈദ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 2 കപ്പ് റവ എടുത്തുകൊണ്ട് തന്നെ ഞാൻ 4 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയുടെ അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കാൻ പറ്റൂല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നോക്കിയാൽ മതി. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ അളവുകളൊക്കെ ആകെ തെറ്റിപ്പോവും. അപ്പോൾ ഒരു കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എല്ലാ ഭാഗത്തു നിന്നും നനയുന്ന സമയത്ത് നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ സാധാരണ മൈദയൊക്കെ കുഴക്കുന്ന അത്രയും ഒരു എളുപ്പത്തിലൊന്നും കുഴച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ചൊന്ന് ഒരു ബുദ്ധിമുട്ടാണ് ഇത് കുഴച്ചെടുക്കാനായിട്ട്, കുറച്ച് ഹാർഡായിട്ടാവും ഉണ്ടാവുക. അപ്പോൾ നല്ല പ്രസ് ചെയ്തിട്ട് നല്ലോണം ഒന്നാണ്ട് കുഴച്ചെടുത്താൽ മതി. മൈദയൊക്കെ കുഴക്കാൻ പെട്ടെന്ന് ഈസി അല്ലേ, നല്ല സോഫ്റ്റ് അല്ലേ. ഇത് കൈ വെച്ചിട്ട് റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ചിട്ട് കുഴക്കുന്ന സമയത്ത് കുറച്ചൊരു ഇതായിട്ട് തോന്നും, കുറച്ച് കട്ടിയായ പോലെ തോന്നും. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസായിട്ട് കുഴച്ചെടുക്കരുത്. അപ്പോൾ നമ്മൾ എണ്ണ കുടിക്കും ചെയ്യും, അതുപോലെ തന്നെ പൂരി അത്രയും നമുക്ക് ക്രിസ്പായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് കുഴച്ചെടുക്കുക. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മാവൊന്നും അടച്ചിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചിക്കൻ ബ്രസ്റ്റ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ആണ് കേട്ടോ. എല്ലുള്ള ചിക്കൻ ആണെങ്കിൽ വെന്തതിന് ശേഷം എല്ലൊന്ന് മാറ്റിയാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുക. മസാലകളൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചേർക്കുക കേട്ടോ. ഇതൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു ചിക്കൻ ബ്രസ്റ്റ് പറഞ്ഞാൽ 100 ഗ്രാം അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി, ചെറിയൊരു ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ തൈരോ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഞാൻ. ഇത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒക്കെ എടുക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഓയിൽ നിങ്ങൾക്ക് എടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ. ഉള്ളി തക്കാളി ഒന്നും വഴറ്റിയെടുക്കാനോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ ചെറിയ ചെറിയ പീസുകളും അല്ലേ, അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരുപാട് സമയം വെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി നേരത്തെ നമ്മൾ ചേർത്തിട്ടില്ല. ഇനി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഉള്ളി വഴറ്റാനായിട്ട് പ്രത്യേകിച്ച് ഒരു സമയം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താം. പച്ചമുളകോ കുരുമുളകോ ഒക്കെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ ആ ഒരു വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്.
അപ്പോൾ ചിക്കനെ നമ്മളിങ്ങനെ ഉടച്ചെടുക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് സമയത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഒന്നും കൂടെ മൊരിയിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ മൊരിയിച്ചെടുക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവാണിത്. അപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. ഒന്നിച്ച് പരത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ 2 ഭാഗങ്ങളാക്കിയിട്ട് അങ്ങനെയാണ് പരത്തിയെടുക്കുന്നത്. കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറച്ചിട്ട് പരത്തരുത്, ചെറിയൊരു കട്ടിയോട് കൂടി പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ മൈദ പരത്തുന്ന അത്രയും അങ്ങോട്ട് പെട്ടെന്നൊന്നും പരന്ന് കിട്ടൂല കേട്ടോ. കുറച്ചൊരു ഹാർഡായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് പ്രസ് ചെയ്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പിന്നെ എണ്ണ കുടിക്കുക അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ മാവ് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ചെറിയ ചെറിയ പൂരികളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇടിയപ്പത്തിൻ്റെ ഈ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ ടിന്നിൻ്റെ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ വലുതായാലും കുഴപ്പമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാണ്. അതിൽ വലുതായാലും കഴിക്കാൻ സെയിം ടേസ്റ്റ് തന്നെയാവും കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി, നമ്മൾ പാനിപൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം പൂരിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ മുറിച്ചെടുക്കാം. ഇനി ബാക്കി വരുന്ന മാവെല്ലാം കൂടെ ഒന്നുകൂടെ ഉരുട്ടിയിട്ട് വീണ്ടും പരത്തിയിട്ട് ഇതുപോലെ മാവ് തീരുന്നവരെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സാധാരണ പൂരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇതൊന്നുമില്ല, പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഇതാകുമ്പോൾ ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം, ആ ഒരു ടൈം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമ്മളിതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായ ഓയിലിൽ ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നല്ല ചൂടായിട്ട് കിടക്കുന്ന ഓയിലിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചട്ടകം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നോളും. ഒറ്റ പൊളയായിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നാൽ ആ ഉൾഭാഗത്തേക്ക് നമുക്ക് ആ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ സാധാരണ നമ്മൾ പാനിപൂരിക്ക് പൂരി റെഡിയാക്കലൊക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ, റവ വെച്ചിട്ടാണ്. ഈ ഒരു പൂരിയുടെ പ്രത്യേകത പറഞ്ഞാൽ നല്ല ക്രിസ്പായിരിക്കും. ഒരുപാട് സമയത്തേക്ക് ആ ഒരു മൊരിച്ചിലാവ് പോവില്ല കേട്ടോ. മറ്റേ സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ആ ഒരു സമയത്ത് പൊള്ളായിട്ട് വന്നാലും കുറച്ച് സമയം കഴിഞ്ഞാൽ അത് തണുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവുമല്ലോ. ഇത് നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കും, റവ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ 2 ഭാഗം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ആ ചട്ടകം വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നോളും. അപ്പോൾ ഒരുപാട് എല്ലാം മുഴുവനായിട്ടൊന്നും ഇട്ട് ഞാൻ കാണിക്കണില്ല കേട്ടോ. ഒരുപാട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം വരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകും കേട്ടോ. ഞാൻ മാക്സിമം കുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഓരോ സ്റ്റെപ്പായിട്ട് കാണിക്കുമ്പോൾ ഇത്രയും ആയി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. മാക്സിമം ഞാൻ ഫാസ്റ്റാക്കി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടായാൽ തന്നെ നന്നായിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ പൊരിച്ചിട്ട് കോരി മാറ്റാം. ഇതിന് വെളിച്ചെണ്ണയിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓയിലിലോ വെളിച്ചെണ്ണയിലോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. എന്തായാലും ടേസ്റ്റിന് അത്ര വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഇതായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മുകൾ ഭാഗം നമുക്ക് കനം കുറഞ്ഞ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വേണം നമ്മൾ നേരത്തെ ഇറച്ചിയുടെ ആ ഒരു മസാല ഉണ്ടാക്കിയത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ അതിൻ്റെ ഉൾഭാഗത്തേക്ക് ആക്കി കൊടുത്താൽ മതി. ചെറിയ പൂരിയാണല്ലോ, അപ്പോൾ ഒരുപാട് മസാലയൊന്നും ഉള്ളിലേക്ക് ആവശ്യം ഉണ്ടാവില്ല. ഇനി ഇത് ഗാർലിക് സോസാണ് കേട്ടോ.
അപ്പോൾ ഗാർലിക് സോസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് മയോണൈസോ അതുപോലെ ടൊമാറ്റോ സോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.